എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ലൂക്കോസ് 12:32 കർത്താവായ യേശു ക്രിസ്തു എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. ലൂക്കോസ് 12:32 ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഈ വാക്യം ഭയം, ഉത്കണ്ഠ, വിശ്വാസം, മുൻഗണനകൾ എന്നിവയെക്കുറിച്ചാണ്. ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ എല്ലാറ്റിനുമുപരി ദൈവരാജ്യം അന്വേഷിക്കാൻ അവൻ തൻ്റെ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്നു. പീഡനം, ത്യാഗം, അനിശ്ചിതത്വം എന്നിവ ഉൾപ്പെട്ടേക്കാവുന്ന വിശ്വാസ ജീവിതത്തിനായി അവൻ അവരെ ഒരുക്കുകയാണ്. അതേസമയം ദൈവത്തിൻ്റെ കരുതലും നിത്യപ്രതിഫലവും അവർക്ക് ഉറപ്പു നൽകുന്നു. ഭയപ്പെടേണ്ട എന്നത് ആശ്വാസകരമായ ഒരു കൽപ്പനയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഭയപ്പെടരുതെന്ന് പറയുന്നു. ചെറിയ ആട്ടിൻകൂട്ടം യേശുവിൻ്റെ ആർദ്രമായ കരുതലിനെ പ്രതിഫലിപ്പിക്കുന്നു. അവൻ തൻ്റെ അനുയായികളെ ഒരു ചെറിയ ദുർബല വിഭാഗമായി കാണുന്നു, ഒരു ഇടയനെ ആവശ്യമുള്ള ആടുകളെ പോലെ. ഈ പദം സ്നേഹം, അടുപ്പം, അജപാലനം, പരിചരണം എന്നിവ പ്രകടിപ്പിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരുമായി വ്യക്തിപരമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. കാരണം നിങ്ങൾക്ക് രാജ്യം നൽകാനുള്ള നിങ്ങളുടെ പിതാവിൻ്റെ നല്ല അഭ്യർത്ഥനയാണിത്. ഇവിടെ നിങ്ങളുടെ പിതാവായ ദൈവത്തിന് വിശ്വാസികൾക്ക് ഇടയിലുള്ള വ്യക്തിപരവും സ്നേഹനിർഭരവുമായ ബന്ധത്തെ ഊന്നിപ്പറയുന്നു. നല്ല പ്രസാദം എന്നാൽ ദൈവം നൽകാൻ സന്തോഷിക്കുന്നു, മടിക്കുന്നില്ല. അത് അവന് സന്തോഷം നൽകുന്നു. നിങ്ങൾക്ക് രാജ്യം നൽകുക എന്നത് ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ ആത്മീയ വാഴ്ചയെയും വരാനിരിക്കുന്ന അവൻ്റെ നിത്യരാജ്യത്തിൻ്റെ പൂർണ്ണതയെയും സൂചിപ്പിക്കുന്നു. തൻ്റെ ജനത്തെ തൻ്റെ ആ രാജ്യത്തിൽ ഉൾപ്പെടുത്താനുള്ള അവൻ്റെ ഉദാരവും പരമാധികാരവുമായ ഉദ്ദേശത്തെ ഇത് വെളിപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് നഷ്ടത്തെയോ അഭാവത്തെയോ ഭാവിയെയോ ഭരിക്കാൻ നാം ഭയത്തെ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ സ്നേഹനിർഭരവും കരുതലുള്ളതുമായ പരിചരണത്തിന് കീഴിൽ നാം അവൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ഭാഗമാണ്. നമ്മെ അനുഗ്രഹിക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ ഭൗതികമായി മാത്രമല്ല നിത്യമായും ആശ്രയിക്കുക. ദൈവഹിതം അന്വേഷിക്കുക, നീതിപൂർവം ജീവിക്കുക, നിത്യതയെ മനസ്സിൽ വയ്ക്കുക. നമ്മുടെ മൂല്യം നമ്മുടെ സ്വത്തുക്കളുടെ വലുപ്പത്തിലല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ രാജാവിലാണ്. അവൻ തന്നെ രാജ്യം നമുക്ക് നൽകുന്നതിൽ സന്തോഷിക്കണം. സ്നേഹപിതാവേ, അങ്ങയ്ക്ക് ഞങ്ങൾ വിലപ്പെട്ടവരാണെന്നും നമുക്ക് രാജ്യം നൽകുന്നതിൽ അവിടുന്ന് സന്തോഷിക്കുന്നുവെന്നും ഉള്ള ആഴത്തിലുള്ള ഉറപ്പിൽ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വരാനിരിക്കുന്നതിനെ ഭയപ്പെടേണ്ടതില്ല. ദൈവം നമ്മുടെ പിതാവാണ്. നാം അവൻ്റെ പ്രിയപ്പെട്ട ആട്ടിൻകൂട്ടമാണ്. നമ്മുടെ ഭാവി അവൻ്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.